നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതുവരെ നീ ഞങ്ങളോട് ചെയ്ത തെറ്റുകളെല്ലാം തിരുത്തേണ്ടത് ഈ ജോലി സ്വീകരിച്ചുകൊണ്ടാണ്. ഈ കുടുംബത്തോടുള്ള സത്യസന്ധതയും ആത്മാർത്ഥതയും തെളിയിക്കാൻ നിനക്ക് കിട്ടിയ ഏറ്റവും വലിയ അവസരമാണിത്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എന്റെ ഭാഗത്തുനിന്ന് എല്ലാവരെയും വേദനിപ്പിക്കുന്ന രീതിയിൽ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഇനി അതുണ്ടാവില്ല. ഇനി ഞാൻ എല്ലാവരോടും കാര്യം പറയാം. ധനുഷിനെ നെല്ലിശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഹെഡായിട്ട് നിയമിച്ചുകൊണ്ടുള്ള അപ്പോയിന്റ്മെന്റ് ലെറ്ററാണിത്. ഈ തീരുമാനം ആയതുകൊണ്ടാണല്ലേ അച്ഛനത് രഹസ്യമാക്കി വെച്ചത്? കമ്പനിയിലെ കാര്യങ്ങൾ നോക്കുന്നത് ഞങ്ങളല്ലേ. ഈ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഞങ്ങളോടൊന്നും പറയായിരുന്നു. എല്ലാവർക്കും ഇത് തന്നെയാണോ അഭിപ്രായം? ഞാൻ അച്ഛന്റെ തീരുമാനത്തോട് യോജിക്കുന്നു. അച്ഛന്റെ തീരുമാനത്തോട് ആർക്കും ഒരു എതിർപ്പുമില്ല. പക്ഷേ ഇതിപ്പോ ഞങ്ങളെല്ലാരും കൂടി വിഡ്ഢികളാക്കുന്ന പോലെ ആയിപ്പോയില്ല. മരുമകനെ കുടുംബത്ത് കയറ്റി താമസിപ്പിച്ചത് മനസ്സിലാക്കാം. പക്ഷേ ഇത്രയും പ്രധാനപ്പെട്ട പോസ്റ്റിൽ വയ്ക്കുന്നതിന് മുമ്പ് അച്ഛൻ ഞങ്ങളോടൊന്ന് സംസാരിക്കാതിരുന്നത് ശരിയായില്ല. അത് തന്നെ എന്റെ അഭിപ്രായം. ഇവരോടുകൂടി ഒന്ന് ചോദിച്ചിട്ട് അച്ഛനൊരു തീരുമാനം എടുക്കായിരുന്നു. അച്ഛനെടുത്ത തീരുമാനം തന്നെയാ ശരി. ധനുഷ് അന്യനൊന്നുമല്ലല്ലോ, സ്നേഹയുടെ ഭർത്താവല്ലേ. നിന്നോട് ഇവിടെ ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? അച്ഛൻ ചോദിച്ചത് കൊണ്ടാ ഞാൻ പറഞ്ഞത്. നീ എന്റെ ഭാര്യ. അഭിപ്രായങ്ങൾ പറയുന്നതിന് മുമ്പ് എന്നോട് ആലോചിക്കണം, മനസ്സിലായോ? എന്തിന്? എല്ലാ കാര്യത്തിലും ഭാര്യയ്ക്കും ഭർത്താവിനും ഒരേ അഭിപ്രായം തന്നെ വേണോന്ന് ഒരു നിർബന്ധമില്ലല്ലോ. എന്റെ അഭിപ്രായം ഇതാണ്. ഞാനതിവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. നീ എന്തിനാ അവളെ ഭീഷണിപ്പെടുത്തുന്നത്? ഭാര്യയാണെന്ന് കരുതി അവൾ നിന്റെ അടിമയല്ല. അവളുടെ അഭിപ്രായം പറയാനുള്ള അവകാശം അവൾക്കുണ്ട്. ഈ വീട്ടിലെല്ലാവർക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അവസാന തീരുമാനം എന്റേതായിരിക്കുമെന്ന് മാത്രം. ഞങ്ങൾ ആരുടെയും അവകാശങ്ങളും അധികാരങ്ങളും കവർന്നെടുക്കാൻ വന്നതല്ല. ജോലി ഞങ്ങളോട്ട് ആവശ്യപ്പെട്ടിട്ടുമില്ല. ഇപ്പോഴാണ് ഞങ്ങളെന്ന് അറിയുന്നത് തന്നെ. അതിന്റെ പേരില് ഇവിടെ ഒരു തർക്കം ഉണ്ടാവുന്നത് ഞങ്ങൾക്ക് സഹിക്കില്ല. അച്ഛാ, ധനുഷ് വേറെന്തെങ്കിലും ജോലി നോക്കിക്കോളും. ഇവിടെ ഉള്ളവർക്ക് എതിർപ്പാണെങ്കിൽ ഈ ജോലി ധനുഷിന് വേണ്ട. അത് നീയല്ല തീരുമാനിക്കുന്നത്, ഞാനാ. എന്റെ 3 ആൺമക്കളും എന്റെ ഒപ്പം നിന്നാ ഈ ബിസിനസ് വളർത്തിയത്. ഞാൻ തുടങ്ങി വെച്ചതിനെ നിങ്ങൾ ഒരുപാട് മുന്നിലേക്ക് കൊണ്ടുപോയി 10 മടങ്ങായി വർദ്ധിപ്പിച്ചു. നിങ്ങൾ 3 പേരും നമ്മുടെ ബിസിനസിന്റെ 3 നെടും തൂണുകളാണ്. അതിന്റെ 4ാമത്തെ തൂണായിട്ടാ ഇപ്പൊ ധനുഷിനെ ഞാൻ കമ്പനിയിൽ നിയമിക്കുന്നത്. മക്കളും മരുമകനും എനിക്കൊരുപോലെയാ. ധനുഷ് എന്റെ മരുമകനാ. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാ എന്റെ ഈ തീരുമാനം. കമ്പനിയുടെ MDയും ചെയർമാനും എന്ന നിലയിൽ ഞാൻ എടുത്ത തീരുമാനമാണിത്. ഇതെന്റെ മകൾക്ക് വേണ്ടിയാ. അവരുടെ ജീവിതം സുരക്ഷിതമാക്കേണ്ടത് എന്റെ കടമയാണ്. നിങ്ങൾക്കറിയാമോ, തുച്ഛമായ വരുമാനത്തിനു വേണ്ടി ഒരു കോഫി ഷോപ്പ് സുഹൃത്തുമായി ചേർന്ന് തുടങ്ങാൻ തീരുമാനിച്ചവനാ ധനുഷ്. എന്തിനു വേണ്ടിയാണത്? അവന്റെ ഭാര്യയെ പോറ്റാൻ വേണ്ടി. അവന്റെ ആ ആറ്റിറ്റ്യൂഡിനെയാ ഞാൻ അംഗീകരിച്ചത്. അതുമാത്രമല്ല, എന്റെ മരുമകൻ മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കും അത് നാണക്കേടാണ്. സർ, എനിക്ക് വേണ്ടി ഇതുവരെ നീ ഞങ്ങളോട് ചെയ്ത തെറ്റുകളെല്ലാം തിരുത്തേണ്ടത് ഈ ജോലി സ്വീകരിച്ചുകൊണ്ടാണ്. ഈ കുടുംബത്തോടുള്ള സത്യസന്ധതയും ആത്മാർത്ഥതയും തെളിയിക്കാൻ നിനക്ക് കിട്ടിയ ഏറ്റവും വലിയ അവസരമാണിത്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എന്റെ ഭാഗത്തുനിന്ന് എല്ലാവരെയും വേദനിപ്പിക്കുന്ന രീതിയിൽ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഇനി അതുണ്ടാവില്ല.
സാറ് പറഞ്ഞതുപോലെ 100% ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടുകൂടിയും ഞാൻ ജോലി ചെയ്യും. സാർ ഇപ്പൊ എന്നോട് കാണിച്ച ഈ ദയയും വിശ്വാസതയും ഞാൻ ഒരിക്കലും മറക്കില്ല. നാളെ തന്നെ നീ കമ്പനിയിൽ ജോയിൻ ചെയ്യണം. കമ്പനിയിൽ ധനുഷിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കണം. നിനക്ക് വേറെന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. എല്ലാ തീരുമാനങ്ങളും എടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ അഭിപ്രായം ചോദിക്കുന്നതിൽ എന്തർത്ഥം ഇപ്പോൾ ഉള്ളത്? ഇനി ഇതിനെക്കുറിച്ചൊരു ചർച്ചയില്ല. ഈ തീരുമാനം നമ്മുടെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. എല്ലാവരും അത് ഓർത്താൽ നല്ലത്. നന്ദേട്ടാ, നന്ദേട്ടാ, നീ എന്ത് നോക്കി നിൽക്കുവാ? വാങ്ങോട്ട്. ധനുഷ്, ഇനി ഒന്നും ആലോചിക്കാനില്ല. അച്ഛന്റെ തീരുമാനമായത്. നാളെ തന്നെ ജോയിൻ ചെയ്യണം. എനിക്കറിയാം, ഈ നന്മയ്ക്കെല്ലാം കാരണം അർച്ചനയാണ്. താങ്ക്സ്. ഇത് ആരുടെയും ദാനമൊന്നുമല്ല. സ്നേഹിക്കും ധനുഷിനും അവകാശപ്പെട്ടത് തന്നെയാ. നന്ദേട്ടന്റെയും സന്ദീപിന്റെയും അഭിപ്രായ വ്യത്യാസമൊന്നും ഇപ്പൊ കാര്യമാക്കണ്ട. അതൊക്കെ മാറിക്കോളും. ആഹാ, താൻ ആള് കൊള്ളാലോ. അത് സച്ചിന് ഇപ്പോഴാണോ മനസ്സിലായേ? അല്ല, ചില കാര്യങ്ങളൊക്കെ ഇപ്പോഴല്ലേ വ്യക്തമായിട്ട് വരുന്നേ. രഹസ്യം സൂക്ഷിക്കാൻ താൻ ഇത്രയ്ക്ക് മിടിക്കുകയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ശരിക്കും എന്നെ ഞെട്ടിച്ചോളഞ്ഞു. എന്ത് രഹസ്യം? ആ, ദേ മോളെ, വെളച്ചിലെടുക്കല്ലേ. ഇതിനപ്പുറം ചാടിക്കിടന്നവനായി ഞാൻ. സച്ചേട്ടാ, എനിക്ക് ദേഷ്യം വരും കേട്ടോ. സച്ചേട്ടൻ അറിയാത്ത എന്ത് രഹസ്യം എനിക്ക്? ദേ പിന്നെയും വിളച്ചില്. എന്ത് വിളച്ചില്? എന്നെ ദേഷ്യം പിടിപ്പിച്ചല്ലുണ്ടല്ലോ. പറഞ്ഞേ, എന്താ വിളച്ചില്? എന്നോട് കളിക്കരുത് കേട്ടോ. സച്ചേട്ടാ, സച്ചേട്ടാ, ചേച്ചി, സച്ചേട്ടാ. അത് സച്ചേട്ടൻ. ഏയ്, ഞാനൊന്നും കണ്ടില്ല. കണ്ടില്ലെന്ന്. എന്താ മോളെ? അത് പിന്നെ സന്ദീപ് കഴിഞ്ഞ ദിവസം അവൾക്ക് കുറച്ച് ഉടുപ്പുകൾ വാങ്ങിച്ചപ്പോ മോൾക്കൂടി വാങ്ങിച്ചായിരുന്നു. ഞാനത് തരാനായിട്ട് വന്നതാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.